ഹായ് മകളെ, +1 ക്രിസ്മസ് എക്സാമിനേഷന്റെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പലപ്പോഴും എഴുതാൻ പോകുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. കാരണം ഫസ്റ്റ് ടേം ചില സ്കൂളുകളിൽ നടത്തി, ചില സ്കൂളിൽ നടത്തിയില്ല. പക്ഷേ സെക്കൻഡ് ടേം അങ്ങനെയല്ല, മിക്ക സ്കൂളുകളിലും ഉള്ള ഒരു എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് മോഡൽ എക്സാം ആയിരിക്കും, അത് കഴിഞ്ഞാൽ പബ്ലിക് എക്സാം. അപ്പോൾ അതിന് മുന്നേ നടക്കുന്ന സെക്കൻഡ് ടേം എക്സാം നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനിയുള്ള കുറച്ച് ദിവസം, കാരണം 19-ാം തീയതി അവസാനിക്കും, 9-ാം തീയതി തുടങ്ങി 19-ന് അവസാനിക്കുന്ന രീതിയിലാണ് സെക്കൻഡ് ടേമിന്റെ ടൈം ടേബിൾ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇനിയുള്ള ഡേയ്സ് ഇഫക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, അതിലൊരു സ്റ്റഡി ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ ആണ്. ഇത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യുക. ഇപ്പോൾ രാവിലെ എണീറ്റ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നേരത്തെ ആക്കാം നിങ്ങൾ തുടങ്ങുന്ന സമയം. ഇനി രാവിലെ പഠിക്കാൻ താല്പര്യം ഇല്ല, പക്ഷെ രാത്രിയാണ് നല്ല ഇഫക്റ്റീവായിട്ട് തോന്നുന്നതെങ്കിൽ അങ്ങനെ രീതിയിൽ നിങ്ങൾ മാറ്റുക. അപ്പോൾ ഞാനിവിടെ പറയുന്ന ഒരു ഐഡിയൽ ടൈമിംഗ് മാത്രമാണ്, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ മാറ്റുക കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ മുതൽ 29-ാം തീയതി മുതൽ എങ്ങനെ സ്റ്റഡി പ്ലാൻ ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ രാവിലെ നമുക്കൊരു 5 മണിക്ക് എണീക്കാം, നിങ്ങളുടേതായിട്ടുള്ള ഇത് ടൈം മാറ്റുക കേട്ടോ. അപ്പോൾ 5 മണിക്ക് എണീക്കുക, 6 മണി വരെ നിങ്ങൾക്ക് ഏറ്റവും പാടായിട്ടുള്ള ഒരു സബ്ജക്ട്, ഫോർ എക്സാമ്പിൾ ഫിസിക്സ് നമുക്ക് എടുക്കാം. അപ്പോൾ ഫിസിക്സ്, കാരണം അന്ന് ലൈവ് നിങ്ങൾക്ക് വരുന്നത്, ഇവിടുത്തെ ലൈവും സൈലത്തിന്റെ ലൈവും വരുന്നത് നിങ്ങൾക്ക് ഫിസിക്സ് ആണ്. അപ്പോൾ ഫിസിക്സ് നിങ്ങൾക്ക് പഠിക്കാം. ഫിസിക്സിനകത്ത് വരുന്ന സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസും ഗ്രാവിറ്റേഷനും ആണല്ലോ ചാപ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. രാവിലെ 6 മണി മുതൽ 7-7:15 വരെ നമുക്ക് ബയോളജി ലൈവ് ഉണ്ട്, അത് കൃത്യമായിട്ട് കാണുക. വൈകുന്നേരം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ 6 മണിക്ക് വീട്ടിൽ എത്തുമെങ്കിൽ 6 to 7 നിങ്ങൾക്ക് ആ ഫിസിക്സിൽ തന്നെ ബാക്കി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇല്ല, നിങ്ങൾ 7 മണിയാവും വീട്ടിൽ എത്തുമെങ്കിൽ 7 മണി മുതൽ 8:30-9 മണി വരെ സൈലത്തിന്റെ ലൈവ് ഉണ്ട്, ആ യൂട്യൂബ് ലൈവ് കാണുക. അതിനുശേഷം നിങ്ങൾക്ക് ഇനി പഠിക്കാൻ, ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻ പഠിക്കാം. അപ്പോൾ അങ്ങനെ ആ 2 ചാപ്റ്റേഴ്സ് ആ ഒരു ദിവസം കൊണ്ട് നമ്മൾ പഠിച്ച് തീർക്കണം. അത് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാവും. ചിലപ്പോൾ അത് 10:30 ആകാം, 11 ആകാം. എന്തായാലും അത് പഠിച്ച് തീർത്തിട്ടേ നിങ്ങളത് കിടന്നുറങ്ങാവും. അത് കഴിഞ്ഞിട്ട് വരുന്ന 30-ാം തീയതിയും നിങ്ങൾക്ക് അറിയാം സാറ്റർഡേ ആണ്. സോ കൂടുതൽ ടൈം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കെമിസ്ട്രി, മാത്സ് വേണമെങ്കിൽ ആ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ, ഒറ്റ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തീർക്കാനായിട്ട് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 1-ാം തീയതി സൺഡേ ആണ്, മോർ ടൈം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ സൺഡേ നിങ്ങൾക്ക് ഞാൻ ഒരു ടൈം ടേബിൾ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ രാവിലെ ഒരു 7 മണിക്ക് എണീറ്റാൽ മതി. ഒരു 7 മണി മുതൽ 8:30 വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചാപ്റ്റർ ഏതെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്സിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 10 മണിയാകുമ്പോൾ വീണ്ടും ഇരിക്കാം. 10 മുതൽ 12 വരെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള പീക്ക് ടൈമാണ്. കാരണം നിങ്ങൾക്ക് വളരെ സ്വസ്ഥമായിട്ട് പഠിക്കാൻ പറ്റിയൊരു ടൈം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള മാത്സിലെയോ ബയോളജിയിലെയോ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിച്ച് തീർക്കാം. അതിനുശേഷം വരുന്ന 3 മണിക്ക് ലൈവ് ഉണ്ട്. അപ്പോൾ ആ ലൈവ് ബയോളജി ചാപ്റ്റർ ആണ്. അപ്പോൾ അത് ലൈവിനോടൊപ്പം തന്നെ ആ ചാപ്റ്റർ അങ്ങ് പഠിച്ച് തീർക്കുക. അത് കഴിഞ്ഞിട്ട് രാത്രി 7 മണിക്ക് മാത്സിന്റെ ലൈവ് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ പഠിച്ച മാത്സ് രാത്രി അതൊന്നും കൂടി റിവിഷനും കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ക്ലിയർ കട്ടായിട്ട് ആ ചാപ്റ്റർ പഠിച്ച് തീർക്കാം. അപ്പോൾ സൺഡേ ഇങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഒരു കാര്യം കൂടി, സൺഡേ നൈറ്റ് ഒരു 10 മണിക്ക് നിങ്ങൾ ഇരുന്നിട്ട് ആ ഒരു 2-3 ദിവസങ്ങളായി പഠിച്ച കാര്യങ്ങളെ ഒന്ന് റിവൈസ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവൈസ് ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ പഠിച്ച കാര്യങ്ങൾ തലയിൽ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് സൺഡേ റിവിഷന് വേണ്ടിയും കൂടി യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് എഗെയിൻ മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് ഈ ഒരു ടൈം, നമ്മൾ ആദ്യം പറഞ്ഞ ടൈമിംഗ് തന്നെ 5 മണിക്ക് തുടങ്ങുന്ന അതേ ടൈമിംഗ് തന്നെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഫിസിക്സിനും മാത്സിനും നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഫിസിക്സ്, മാത്സ് ആൻഡ് കെമിസ്ട്രി, കാരണം നിങ്ങൾക്കറിയാം അടുത്ത് വരാൻ പോകുന്ന എക്സാം കെമിസ്ട്രിയും മാത്സും ഒക്കെയാണ്. അപ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദ്യം പഠിച്ചു തീർക്കുക. അത് കഴിഞ്ഞ് സാറ്റർഡേ, ഞാൻ പറയുന്നത് സൺഡേ ഉച്ച വരെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. സൺഡേ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാം. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം ഇരുന്ന് കഴിഞ്ഞാൽ വൈകിട്ട് വരെ നിങ്ങൾക്ക് പഠിക്കാം. അത് കഴിഞ്ഞ് 7 മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ട്, ലൈവ് കൂടി കാണുക. വീണ്ടും എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ രാത്രി ഒന്ന് പഠിക്കുക. രാവിലെ മോർണിംഗ് ബൂസ്റ്റ് കൂടി കണ്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോയാൽ മതി. ഫുൾ മാർക്ക് നിങ്ങൾക്ക് സെറ്റ് ആക്കാം. ഒന്നുകൂടി പറയുന്നു, കെമിസ്ട്രി, മാത്സും ആണ് ഫസ്റ്റ് വീക്കിൽ വരുന്ന മെയിൻ എക്സാംസ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് കഴിഞ്ഞ് സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും വരുന്നുണ്ട്. ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബയോളജിക്കും ഫിസിക്സിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഈ രീതിയിൽ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി മുന്നോട്ട് പോകൂ. ടെൻഷൻസ് ഒന്നും വേണ്ട. യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് മുന്നേ പോയവർക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും, ഉറപ്പാണ്. അപ്പൊ നല്ല രീതിയിൽ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും പഠിച്ചു നോക്കൂ. നിങ്ങൾ വിചാരിക്കാത്ത, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. തലച്ചോറിൽ എല്ലാം രജിസ്റ്റർ ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം.